സങ്കീർത്തനം 22:6 പറയുന്നത്, ഞാൻ മനുഷ്യനല്ല കൃമി അത്രയൻ. യേശു ഒരു പുഴുവോ, ഒരു ലോലി ഡിസ്ഗസ്റ്റിംഗ് ഇൻസെക്റ്റ്, അതായത് സകലരാലും ത്യജിക്കപ്പെട്ട അവജ്ഞയോടെ കാണുന്ന ഒരു പുഴു അല്ലെങ്കിൽ ഒരു കൃമി എന്നാണോ പറയുന്നത്? ഈ ചെളിയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ അന്ധകാരത്തിലൊക്കെ ഇരിക്കുന്ന ഒരു കൃമിയെ പോലാണോ നമ്മളവിടെ കാണുന്നത്? യെസ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദാവീദിനെ ഇൻസ്പയർ ചെയ്ത് ആ പ്രത്യേക എബ്രായ പദം അവിടെ ഉപയോഗിക്കുവാൻ ഇടയായെന്ന്. കാരണം അതേ എബ്രായ പദമാണ് തിരുവെഴുത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ക്രിംസൺ വേം, ഈ അരക്ക് കൃമി, അരക്ക് പുഴുവിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നതാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ബ്യൂട്ടിഫുൾ പിക്ചർ, ആ വിവരണം. എങ്ങനെയാണോ ആ അമ്മ അരക്ക് പുഴു ആ കരിവേല മരം സ്വന്തം ഹിതപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം കയറി തൻ്റെ ജീവനെ തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടുള്ള രീതിയിൽ പോകുന്നത്, അതുപോലെ തന്നെയാണ് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം തന്നെ ആ ക്രൂശയിൽ കയറിയത്. എങ്ങനെയാണോ ആ അമ്മപ്പുഴു തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ആ കടും ചുവപ്പ് കളർ, ആ ചായം, ആ കറ ഒഴുക്കിയത്, അതവൾ ചെയ്തത് അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് യേശു കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ പിതാവ് ആരെയെല്ലാമാണോ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് അവർക്ക് വേണ്ടി യേശു തൻ്റെ സ്വന്തം രക്തം ഊറ്റി തന്നിരിക്കുക. എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളായിട്ടുള്ള ആ അരക്ക് കൃമി അവരുടെ മേലെല്ലാം ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വന്ന ആ കടും ചുവപ്പ് കറ, ആ ചായം പുരണ്ടത്, അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞതും നമ്മളെ മുഴുവനുമായിട്ടും കഴുകിയിരിക്കുന്നതും. ആൻഡ് ഈ ഒരു ദൃഷ്ടാന്തം പ്രകാരം എങ്ങനെയാണോ ആ അമ്മ അരക്ക് പുഴു 3 ദിവസത്തിന് ശേഷം സ്നോ വൈറ്റായി തൂവെള്ള പോലെ ആകുന്നത്, അതുപോലെ തന്നെ ക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് അവൻ അവരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? നിത്യതയിൽ നാം യേശുവിൻ്റെ നീതിയാൽ ധരിക്കപ്പെടണം, നാമും ഹിമം പോലെ വെടിപ്പാക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് യേശു അപ്രകാരം ചെയ്തത്. എത്ര മനോഹരമായിട്ടാണ് തിരുവെഴുത്തിൽ പ്രവചനമുണ്ടായതും അതിലും എത്ര മനോഹരമായിട്ടാണ് ആ പ്രവചനം നിവൃത്തിയായതും. കാണുക, യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും സങ്കീർത്തനം 22 മറഞ്ഞിരിക്കുന്ന അരക്ക് കൃമിയുടെ അത്ഭുത പ്രവചനം എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.